ഹിന്ദുക്കൾ ആചരിക്കുന്ന ശനിയാഴ്ച വ്രതത്തെക്കുറിച്ച് കൂടുതൽ അറിയാമോ? പ്രധാനമായും ശനിദേവനെ പ്രീതിപ്പെടുത്താനാണ് ഈ വ്രതം. ജാതകത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനും ഐശ്വര്യവും സന്തോഷവും നേടാനും വേണ്ടിയാണ് ഈ വ്രതം ആചരിക്കുന്നത്. സാധാരണയായി ശനിയാഴ്ച പകൽ നോമ്പ് നോൽക്കുകയും നൽകുന്നതും ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്ന ശനിദേവൻ കഠിനാധ്വാനത്തെയും സത്യസന്ധതയെയും അംഗീകരിക്കുന്നു. ശനിദേവന്റെ കഠിനദൃഷ്ടിയിൽ നിന്ന് രക്ഷ നേടാൻ പലരും ഹനുമാനെയും പ്രാർത്ഥിക്കാറുണ്ട്. ഹനുമാനോടുള്ള കടപ്പാടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തരെ ശനിദേവൻ ഉപദ്രവിക്കില്ലെന്നാണ് വിശ്വാസം. ഐതിഹ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലമാണ് ശനിദോഷമായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ശനിയാഴ്ചകളിൽ നടത്തുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും ദോഷശാന്തിക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനീശ്ചരൻ എന്നാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ശനിഗ്രഹത്തിന് സൂര്യനെ ചുറ്റാൻ ഏകദേശം 30 വർഷമെടുക്കും. അതുകൊണ്ടാണ് ആ പേര് വന്നത്. കൂടാതെ ചെറുപ്പത്തിൽ അമ്മയുമായുണ്ടായ ഒരു തർക്കത്തിൽ കാലൊടിഞ്ഞെന്നും അതുകൊണ്ട് പതുക്കെയാണ് നടക്കുന്നതെന്നുമുള്ള സങ്കല്പങ്ങളുമുണ്ട്. അതുപോലെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്നതുകൊണ്ട് നീതിയുടെ ദേവൻ എന്നും അറിയപ്പെടുന്നു. ശനിദേവന്റെ കഠിനദൃഷ്ടിയിൽ നിന്ന് രക്ഷ നേടാൻ പലരും ഹനുമാനെയും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലമാണ് ശനിദോഷമായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ശനിദോഷങ്ങൾ മാറ്റാനും ജീവിതത്തിൽ വിജയം നേടാനും ശനിയാഴ്ച വ്രതം ആചരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും കൂടുതൽ ഭക്തിനിർഭരമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശനിദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. നന്ദി.